കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനും പാലായ്ക്കും ഇടയിലുള്ള ഒരു ഗ്രാമപ്രദേശമാണ് കിടങ്ങൂർ. ഇന്ന് നമ്മൾ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ഉത്സവത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആണ് കാണാൻ പോകുന്നത്. 1500ഓളം വർഷം പഴക്കമുള്ള ഒരു പൗരാണിക ക്ഷേത്രമാണിത്. വടക്കൻകൂർ തെക്കൻകൂർ രാജ്യങ്ങളുടെ അതിർത്തി പങ്കിട്ടിരുന്ന ഒരു സ്ഥലമാണ് കിടങ്ങൂർ. ചുമരുകളിൽ നല്ല മനോഹരമായിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെയുള്ള ഭംഗിയുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ കൊത്തുപണികൾ ഉള്ള കെട്ടിടങ്ങൾ, മരത്തിൽ തീർത്ത നല്ല മനോഹരമായ നിർമ്മിതികൾ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പഴമയുടെ എല്ലാ പ്രൗഢിയും വിളിച്ചോതുന്നതാണ് ഇവിടെയുള്ള ഓരോ കെട്ടിടവും. കിടങ്ങൂർ എന്നുള്ള പേര് തന്നെ വന്നത് ഉത്ഭവിച്ചതിന് പിന്നിൽ രാജവംശങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കിടങ്ങുള്ള ഒരു ഊര് എന്ന് ആണെന്ന് നമുക്ക് കരുതാം. ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ആറാട്ടിൻ്റെ അന്ന് നടക്കുന്ന ഒരു ആചാരമാണ്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാചാരമാണ് നടക്കുന്നത്. കാളകളിയും അതോടൊപ്പം മുടിയാട്ടവും. ഈ വർഷത്തെ വിളവെടുപ്പ് സമർപ്പിക്കുന്നതിനോടൊപ്പം അടുത്ത വർഷത്തേക്കുള്ള പ്രാർത്ഥനകളും പൂജകളുമാണ് നടത്തപ്പെടുന്നത്. എല്ലാ ദിവസവും ഓരോ കലാപരിപാടികൾ ഇവിടെ നടത്തപ്പെടുന്നു. ഉളിയന്നൂർ പെരുന്തച്ഛൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ തച്ചനാണ് ഇവിടുത്തെ കൂത്തമ്പലത്തിൽ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കൂത്തമ്പലത്തിൽ വിവിധയിനം പരിപാടികൾ, പ്രത്യേകിച്ച് ചാക്യാർകൂത്ത് പോലെയുള്ളവ ഉത്സവ ദിനങ്ങളിൽ അരങ്ങേറാറുണ്ട്. ഇവിടെയും സ്ത്രീജനങ്ങൾക്ക് പ്രവേശനമില്ല. ഇവിടെയുള്ള ഒരു തൂണ് കുറുന്തോട്ടി മരത്തിൻ്റെ മരം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു ഔഷധ സസ്യമായി കുറുന്തോട്ടി അപൂർവമായി ഒരു വലിയ മരമായി മാറാറുണ്ട്. കിടങ്ങൂർ, പുലിയന്നൂർ ഉൾപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ബ്രാഹ്മണ കുടുംബങ്ങൾ ധാരാളമുണ്ട്. കേരളത്തിലുള്ള 64 നമ്പൂതിരി ഗ്രാമത്തിൽ പെട്ട ഒന്നാണ് കിടങ്ങൂർ. ഇവിടെ കാർഷിക പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ്. ഇവിടെയുള്ള സ്റ്റാളുകളാണെങ്കിലും കാർഷിക സംബന്ധിയായിട്ടുള്ള ഉപകരണങ്ങൾ, അതോടൊപ്പം വിത്ത് വകകളെല്ലാം കിട്ടുന്ന സ്ഥലങ്ങളാണ്. ആറാട്ടിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മൾ ഇവിടെ കണ്ടുവരുന്നത്. ഇതിൻ്റെ പുറകുവശത്തേക്കെല്ലാം നിരവധി പാടങ്ങളും എല്ലാം ഉള്ള നല്ലൊരു ഗ്രാമപ്രദേശം തന്നെയാണിത്. ഗ്രാമഭംഗിയും അതോടൊപ്പം പൗരാണികതയും ഒരേപോലെ ചേരുന്ന ഒരു സ്ഥലമാണിവിടെ. ഈ ഗോപുരത്തിങ്കിൽ 2 സിംഹങ്ങൾ കാവൽ നിൽക്കുന്നുണ്ട്. ദീപാരാധനയ്ക്ക് വേണ്ടി നട തുറക്കാനായിട്ട് കാത്തിരിക്കുന്ന സ്ത്രീകളാണ് ഇവിടെയുള്ളത്. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ബ്രഹ്മചാരി ഭാവത്തിൽ ഉള്ള പ്രതിഷ്ഠയായതിനാൽ 10 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ശ്രീകോവിലിനടുത്തേക്ക് പ്രവേശനമില്ല. അവർ ഇവിടെ വന്ന് തൊഴുത് മടങ്ങുകയാണ് സാധാരണ ചെയ്യുന്ന ആചാരം. നിരവധി കുത്തുപണികൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. സാലഭഞ്ജികയുടെ രൂപത്തിലുള്ള കൊത്തുപണികൾ, താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള കൊത്തുപണികൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആറാട്ടിനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഗജവീരനെല്ലാം അണിഞ്ഞൊരുങ്ങി തയ്യാറായി കഴിഞ്ഞു. ഇവിടെ നമുക്ക് നല്ല മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗിയും ഭക്തിയും കൂടെ സമ്മേളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മയിലിൻ്റെ ആകൃതിയിലുള്ള നിലവിളക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. നേരത്തെ ക്ഷേത്ര പരിസരത്ത് മയിലുകളെ വളർത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്.
ശ്രീരാമനോ